ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റർ ആണെന്ന്. അപ്പോൾ ഈസ്റ്ററായിട്ട് ഞങ്ങൾക്ക് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വയലട പോകാമെന്ന്. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. ബാലുശ്ശേരി വന്നിട്ടാണെങ്കിൽ 12 കിലോമീറ്ററിൻ്റെ ദൂരത്തിലാണ് കേട്ടോ വയലട വരുന്നത്. കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാർക്ക് 40 കിലോമീറ്ററിൻ്റെ അടുത്താണ് ശരിക്കും വയലടയ്ക്കുള്ള ആ ഒരു ദൂരം. ഞങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് എത്തും. ഞങ്ങൾ കണ്ണാടിപ്പൊയിൽ കുറുമ്പൊയിൽ ഭാഗം ആ വഴിയാണ് കേട്ടോ വന്നത്. 2 വഴി വരാം, തലയാട് വഴിയും നമുക്ക് വയലടയ്ക്ക് വരാം. അപ്പം ആദ്യം വണ്ടിയിൽ വന്ന് താഴെ വണ്ടി നിർത്തി. കുറച്ച് നടക്കാനുണ്ട്. ഇപ്പം ആദ്യമൊക്കെ ഉള്ളതിനേക്കാളും വീടുകളൊക്കെ ഇപ്പോൾ ഇവിടെ കുറവാണ് കേട്ടോ. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ഞാനൊരു 3 വർഷം മുമ്പാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് മോനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വന്നു. വേറെ എൻട്രി ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വന്ന് അവിടെ ഒരു ചെറിയ ബോർഡ് മാത്രമേ ഉള്ളൂ നമുക്ക് എൻട്രൻസ്. ഇതിലെ ബാക്ക് സൈഡ് കൂടിയും വരാം കേട്ടോ. ഇതല്ലാണ്ട് വേറൊരു വഴിയുണ്ട്. ഈ പാറ കയറി മുകളിലെത്തുമ്പോൾ വേറൊരു വഴിയും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്ക് മാറ്റം തോന്നിയത് ഇതിനൊക്കെ കൈവരി കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അതെ, ഒരു പുതിയ ടിക്കറ്റ് കൗണ്ടറും കൂടി അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ ഒരു 1-2 മാസത്തിനുള്ളിൽ ഇനി ഇവിടെയും ടിക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് വ്യൂ പോയിൻ്റ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അവർ നല്ല സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അടിയിൽ ഇങ്ങനെ എന്താ അതിന് പറയുന്നത് എനിക്കറിയില്ല, സ്റ്റീലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയാണ്. പിന്നെ അതേ തിരിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഈ ഒരു കഫേ കയറിയിട്ട് 2 കോഫിയും അതേപോലെ ഒരു കട്ട്ലൈറ്റും ഒരു പപ്സൊക്കെ വാങ്ങി. പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു മോന്. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കണ്ട് നേരെ ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ബൈ.